ഇടുക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിലേക്ക് ആദ്യം. രാഹുൽ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ബസ് സ്റ്റാൻഡിനകത്താണ്. അപ്പൊ ഈ ഡ്രൈവർ ഇതൊന്നും എവിടെ നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്? എന്താണ് സംഭവം? പ്രജൻ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ നമ്മൾ പറയുന്നു. അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കേണ്ടതാണ്. വൈകിട്ട് 5:17 ഈ അപകടം നടക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ബസ്സാണ്. ആ ബസ് കാത്തിരിക്കുന്ന 3 പേരുണ്ടായിരുന്നു. അവർ ആ കസേരയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ ബസ് ഈ സ്റ്റാൻഡിലേക്ക് ഒതുക്കുന്നതിന് വേണ്ടി റൗണ്ട് തിരിഞ്ഞു വരുന്നു. ആ വരവിൽ തന്നെ ഇവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതായത് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പും മറികടന്ന് ഈ വാഹനം മുകളിലേക്ക് ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറുകയായിരുന്നു. 3 പേരും അടിയിൽപ്പെട്ടു, ഈ ബസ്സിന് അടിയിൽപ്പെട്ടു. അവരെ ആ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഈ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഒരു യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്നും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ആൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയും ഈ സ്ഥലത്തുണ്ടാവും. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി കണ്ടെത്തുകയും ചെയ്യും. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.